ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സഹസ്രപത്മം വിരിഞ്ഞത് കണ്ടാലോ? നമുക്ക് നോക്കാമേ. ഇത് നട്ടിട്ട് ഒരു 48 ദിവസമായിപ്പം ബഡ് വന്നതാണ്. ഇപ്പോൾ 20 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 20 ദിവസമാണൊരു സഹസ്രപത്മം വിരിയാനായിട്ട് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ 20 ദിവസമായൊരു മുട്ടായിരുന്നു നിന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസമേ വിരിയിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഒന്ന് ഓപ്പൺ ആയതിന് ശേഷമാണ് വിരിയിക്കുന്നത്. ഇതളുകളൊക്കെ കരിഞ്ഞു തുടങ്ങി, കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ്, ആദ്യത്തെ ഇതളൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ വിരിയിച്ച് തുടങ്ങിയത്. പക്ഷേ ഒരു ഇതള പോലും കൊഴിഞ്ഞില്ല. അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്കങ്ങ് വിരിയിച്ചെടുക്കാൻ പറ്റി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വിരിയിച്ചെടുക്കാൻ പറ്റി. നല്ല ഒരുപാട് പെറ്റലുകളുണ്ട്. 1001 പെറ്റലുകൾ കാണുമായിരിക്കും, ഞാൻ ഇനി നോക്കിയിട്ടില്ല. കാരണം പൂവിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും പെറ്റലിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സഹസ്രദളത്തിലായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് എടുത്ത് വലിയ മെച്ചറാവും മുമ്പ് വന്ന ബഡ് ആയതുകൊണ്ട് ഇനി എണ്ണത്തിൽ കുറവുണ്ടോയെന്ന് അറിഞ്ഞൂടെ. എങ്കിലും വലിയ പൂവ് തന്നെയാണ്, ഒരുപാട് പെറ്റലും കാണുന്നുണ്ട്. അടുത്ത മുട്ടും വിരിയാറായി നിൽക്കുവാണ്. അതിലും ഓപ്പൺ ആയിട്ടുണ്ട്, മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വിരിയിച്ചിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ രണ്ടും ഞാൻ വിരിയിച്ച്, മറ്റേത് ഇത്രയും ഈസി ആയിട്ടല്ല വിരിഞ്ഞു വന്നത്, ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇത് എനിക്ക് ആദ്യത്തെ പൂ ക്ഷേത്രത്തിൽ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒടിക്കുമായിരുന്നു. അതുകൊണ്ട് മറ്റതും കൂടെ വിരിയിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ച് വിരിയിച്ചത്. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് പീക്കാച്ചു എന്ന് പറയുന്നത് എൻ്റെ യെല്ലോയുടെ ഒരു വെറൈറ്റിയാണ്. ഒരു ടബിൽ താഴെ വെച്ചിട്ടുള്ള ആ ഒരു ടബിലെ പൂവാണ് ആ കാണുന്ന യെല്ലോ. നിറച്ച് മുട്ടുണ്ട് അതിലും. പിന്നെ ബാക്കിയൊക്കെ ഞാൻ മുകളിൽ വെച്ചിരിക്കുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.